ഇനി നമ്മൾ പോകുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക്. ഇന്ന് ഇത് സംഭവിക്കും. ഒരു മാസത്തോളം നീണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണം ഡൽഹിയിൽ ഇന്നാണ്. പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. ബി.ജെ.പി, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി നേർക്കുനേർ മത്സരിക്കുന്ന ഡൽഹിയിൽ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. 70 മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടിയും ഉണ്ടാകും. വഖഫ്, കുംഭമേള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര ഇന്ന് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 മണിക്ക് മുണ്ടക്കയത്ത് ജാഥയ്ക്ക് സ്വീകരണം നൽകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അമ്മാവൻ ഹരികുമാറാണ് കൊലപാതക കേസിലെ പ്രതിസ്ഥാനത്തുള്ളത്. കുട്ടിയുടെ അമ്മ ശ്രീതുവും റിമാൻഡിലാണ്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ശേഷം വൻ സുരക്ഷാ വലയത്തിൽ ചെന്താമരയെ തെളിവെടുപ്പിനായി എത്തിക്കും. 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. റാഗിങ്ങിനെ തുടർന്ന് കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നും തെളിവെടുപ്പ് തുടരും. കൂടുതൽ അധ്യാപകരുടെ മൊഴിയെടുക്കാൻ പോലീസ് നീക്കം. മലപ്പുറം ആമയൂരിൽ നിക്കാഹ് ചടങ്ങുകൾ നടക്കാനിരിക്കെ മരിച്ച ഷൈമ സിനിവറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സുഹൃത്ത് അപകടനില തരണം ചെയ്തു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഫിഷ് മെയ്ഡ് ഓൺലൈൻ കോട്ടയത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. വടവാതൂരിൽ തുടങ്ങുന്ന സ്ഥാപനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വ്യാപകമായാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. 39ാമത് ജില്ലാ സമ്മേളനം ഇന്നും നാളെയുമായാണ് നടക്കുക. മുൻ മന്ത്രി എ.പി. അനിൽകുമാർ എം.എൽ.എ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ക്യാൻസർ ഡേ. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിന് ഇടുക്കി ജില്ലയിൽ ഇന്ന് തുടക്കമാകും. രാവിലെ 10 മണിക്ക് കുമണിയിൽ ജില്ലാ പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കുറ്റ്യാടി കൈപ്രംകടവിൽ റോഡിലൂടെയുള്ള ഗതാഗതം ഇന്നു മുതൽ നിരോധിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾ പെരുവൽ പള്ളിയത്ത് റോഡ് വഴി പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയോടെ കേരളം. ബാസ്കറ്റ്ബോളിൽ ഇരട്ട സ്വർണം ലക്ഷ്യമിട്ട് കേരളം ഇന്ന് ഇറങ്ങും. ഫൈനലിൽ വനിതാ ടീം തെലങ്കാനയെ നേരിടും. പുരുഷ ടീമിന്റെ എതിരാളികൾ മധ്യപ്രദേശാണ്. വാട്ടർ പോളോയിലും കേരള വനിതാ ടീമിന്റെ ഫൈനൽ ഇന്ന്.